الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകത്തിന്റെ അധിപനും സ്രഷ്ടാവും പരമാധികാരിയുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പടച്ചതമ്പുരാന്റെ തിരുവചനങ്ങളിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യവചനങ്ങളിൽ നിന്നും യഥാവിധി മനസ്സിലാക്കി തഖ്വയോടുകൂടി അതിൽ നിലകൊള്ളണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീകളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതത്തിൽ ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്ത വിശുദ്ധ റമദാനിന്റെ ചൈതന്യം അല്ലാഹു നമ്മുടെ വരുംകാല ജീവിതത്തിൽ നിലനിർത്തി തരുമാറാകട്ടെ. അങ്ങനെ നാഥന്റെ തൃപ്തി നേടിയെടുത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പുണ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് പ്രിയപ്പെട്ടവരെയും അല്ലാഹു. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ സത്യവിശ്വാസികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. 1000 മാസങ്ങളെക്കാൾ ഈ രാത്രിക്ക് ശ്രേഷ്ഠതയുണ്ടെന്നാണ് അള്ളാഹുവിന്റെ കലാം നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇന്നലെ നമ്മളൊക്കെ അങ്ങനെ ഒരു രാത്രിയെ കരുതിയിരുന്നവരാണ്. ലൈലത്തുൽ ഖദ്ർ ഇന്നലെ കഴിഞ്ഞു പോയില്ലേ, പിന്നെ ഇനിയും എന്താണ് ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറയുന്നത് എന്ന് ചിലരൊക്കെ ചിലപ്പോൾ സംശയിച്ചേക്കാം. ലൈലത്തുൽ ഖദ്ർ 27ാമത്തെ രാവിലാണ് എന്ന് നമ്മളങ്ങ് തീർച്ചപ്പെടുത്തി വെച്ചതാണ്. അത് 27ാമത്തെ രാവിൽ തന്നെയാണ് എന്നതിന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന തെളിവുകളൊന്നും ഇല്ല. കഴിഞ്ഞ ഖുതുബയിൽ നമ്മളത് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാനായി നമ്മളോട് പറഞ്ഞത് ഒറ്റയിട്ട രാവുകളിലാണ്. അങ്ങനെയെങ്കിൽ ആ ഒറ്റയിട്ട രാവുകൾ ഇനിയും ഒന്നുകൂടി വരാനുണ്ട്.
ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വന്നു പോയതെങ്കിൽ അള്ളാഹു നമുക്കത് നേടിയെടുത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി വരാനിരിക്കുന്ന രാത്രിയിലാണെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കാൻ, അങ്ങനെ ആ മാസത്തിന്റെ ശ്രേഷ്ഠത നേടിയവരിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു രാത്രി? ഇമാം മാലിക് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥമായ മുവത്ത എന്ന ഗ്രന്ഥത്തിൽ ഇമാം മാലിക് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉസ്താദുമാരിൽ നിന്നും കേട്ട ഒരു കാര്യം, ഒരു ഹദീസ് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉരിയ അഅമാറുൻ നാസി ഖബ്ലഹു, ഈ ഒരു സമുദായത്തിന് മുമ്പുണ്ടായിരുന്ന, മുഹമ്മദീ സമുദായത്തിന് മുമ്പുണ്ടായിരുന്ന ജനതതികളുടെ ആയുസ് എനിക്ക് കാണിക്കപ്പെട്ടു. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്റെ ഈ സമുദായത്തിന്റെ ആയുർദൈർഘ്യം എന്നുള്ളത് മുൻകഴിഞ്ഞു പോയ സമുദായക്കാർ അവരുടെ നീണ്ട ആയുസിന്റെ ഉള്ളിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളൊക്കെ നമ്മളുടെ ഈ ചെറിയ ആയുസിന്റെ ഉള്ളിൽ ചെയ്യാൻ കഴിയില്ലല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. 950 വർഷമാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധന രംഗത്ത് മാത്രം നിറഞ്ഞു നിന്നത്. അല്ലാഹു ഖുർആനിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പറഞ്ഞത് ഖുർആൻ പറയുന്നുണ്ട്. 1050 കൊല്ലം കഴിച്ചതാണ്, 950 വർഷം ഇസ്ലാമിക പ്രബോധനവുമായിട്ട് അദ്ദേഹം കഴിയും. ഇദ്ദേഹത്തിന് ആയുസല്ല, ആയുസ് അതിനപ്പുറത്തുണ്ടല്ലോ. ഒരാൾ ജനിച്ച് പ്രവാചകനായി വരുന്നൊരു കാലം എന്നുള്ളത്, അതിന് പ്രാപ്തനാകുന്ന ഒരു കാലം, അതും കൂടെ കൂട്ടണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏറെക്കുറെ 10,000 വർഷത്തിന് മുകളിൽ ജീവിച്ചൊരു പ്രവാചകനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയും ആ ഒരു കാലഘട്ടത്തിന്റെയൊക്കെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്, അല്ലാഹു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ ദീർഘകാലം ജീവിക്കാൻ പറ്റുന്ന കോലത്തിലാണ് പഠിച്ചത്. പിന്നീട് ഇങ്ങനെ ആയുസ് കുറഞ്ഞു വരികയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കുറഞ്ഞ ഒരു ആയുസ്സുള്ള മനുഷ്യന്മാരായി മാറിയത്. ആളുകളുടെ വലിപ്പത്തിലൊക്കെ തന്നെ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് നരവംശാസ്ത്രജ്ഞർ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ കുറഞ്ഞ ആയുസ്സുമായിട്ട് നമ്മൾ എങ്ങനെയാണ് അവരോട് മത്സരിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസ് ഉണ്ട്, ഞാൻ ഇതിന്റെ ഇടക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. 2 ആളുകൾ മരണപ്പെട്ടു. ഒരു സഹാബി സ്വപ്നം കാണുന്നു, ഒരു സഹാബിയുടെ സ്വപ്നമാണ്. 2 ആളുകൾ മരണപ്പെട്ടു. അപ്പൊ ഇദ്ദേഹം പറയാണ്, ഞാനും ആ 2 ആളുകളും സ്വർഗത്തിന്റെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുക. ഈ മരിച്ചുപോയ ഒരാളാവട്ടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ആളാണ്. 2ാമൻ പിന്നെയും 1 കൊല്ലം കൂടെ ജീവിച്ചു. അതിനുശേഷം സ്വാഭാവികമായി ഇയാൾ മരിച്ചു. അപ്പോ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുമ്പോ സ്വർഗത്തിന്റെ കവാടം തുറന്ന് മലക്കുകൾ ആദ്യം പിടിച്ചത് രക്തസാക്ഷിയെ അല്ല, അതിനുശേഷം മരിച്ചയാളെയാണ്. അത് കഴിഞ്ഞിട്ടാണ് രക്തസാക്ഷിയെ വിളിക്കുന്നത്. എന്നോട് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു എന്നാണ്, ഞാൻ മരിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഈ സ്വപ്നത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിലിത്ര എന്താ അത്ഭുതപ്പെടാനാണ്? രക്തസാക്ഷിക്കല്ലേ റസൂലെ കൂടുതൽ സ്ഥാനം. അയാൾ തന്റെ ജീവൻ കൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ സാക്ഷ്യം വഹിച്ചയാളാണ്. എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ 2ാമത്തെ ആൾ 1 കൊല്ലം കൂടി ജീവിച്ചില്ലേ, അയാൾക്ക് 1 റമദാൻ കൂടെ കിട്ടിയില്ലേ? അപ്പൊ അയാൾ ആ 1 കൊല്ലത്തെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ചെയ്ത കർമ്മങ്ങൾ, അയാൾ ആ റമദാനിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, അയാൾക്ക് കിട്ടിയ ലൈലത്തുൽ ഖദ്റിന്റെ ശ്രേഷ്ഠത, ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അയാളാണ് ആദ്യം സ്വർഗ്ഗത്തിൽ കിടക്കേണ്ടത്. അതിന് സംഭവിച്ചിട്ടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിയോട് പറയുന്നു. അപ്പൊ ഒരു സാധാരണ ഒരു പുരുഷായുസിൽ, ഒരു മനുഷ്യായുസിൽ ഒരാൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതിലേറെയുള്ള സൽക്കർമ്മങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ടല്ല നമുക്ക് തരികയാണ്. ഒറ്റ രാത്രി കൊണ്ട്. ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസം എന്ന് പറയുമ്പോൾ 83 വർഷത്തിനപ്പുറത്തേക്ക് പോയി.
83 വയസ്സൊക്കെ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് പോലും അല്ല. ഇപ്പൊ ആധുനിക ആരോഗ്യരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ മനുഷ്യന്റെ ശരാശരി ആയുസ് ഈ ഒരു കാലഘട്ടത്തിൽ കണക്കുകൂട്ടുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണക്കുകൂട്ടിയത് അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആയുർദൈർഘ്യം എന്നുള്ളത് 60-നും 70-നും ഇടക്കാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെങ്കിൽ ഒരു ലൈലത്തുൽ ഖദറിന്റെ കൂലി എന്നുള്ളത് ഒരു മനുഷ്യായുസിന് അപ്പുറത്തുള്ള പ്രതിഫലമാണ് ഒരു മനുഷ്യന് അതിലൂടെ നേടിയെടുക്കാൻ കഴിയുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുവത്തായിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞ ഹദീസിൽ പറയുന്നതാണ്. അതുകൊണ്ടാണ് വഅതാഹുല്ലാഹു ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്ർ അള്ളാഹു എന്റെ ഉമ്മത്തിന് നൽകിയതിന്റെ കാരണം അതാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ അവന് പ്രായപൂർത്തിയെത്തി മരിക്കുന്ന കാലം പോലെ എത്ര റമദാനുകൾ അവന് വന്നു പോയിട്ടുണ്ടാവും, എത്ര ലൈലത്തുൽ ഖദ്ർ അവൻ അത് ഹയാത്താക്കിയിട്ടുണ്ടെങ്കിൽ അവൻ അതിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടാവും. ആ കണക്കിനെ കടന്നുകൂട്ടി പോകുമ്പോഴത്തേക്കും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിട്ട് ഏറെ കാലം എനിക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. 83 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും 10 വർഷത്തെ റമദാൻ കിട്ടിയാൽ തന്നെ 830-ലേറെ വർഷം അവന് ജീവിക്കാൻ കഴിഞ്ഞു 10 കൊല്ലത്ത്. അള്ളാഹു വളരെ കാരുണ്യവാനാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളൊക്കെ ഇങ്ങനെ കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ നബിയോട്, ഞാൻ പലപ്പോഴും പറഞ്ഞതാണത്. ലൈലത്തുൽ ഖദർ ആണെന്ന് അറിഞ്ഞാൽ നബിയെ ഞാൻ എന്താ പറയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലി അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആയിഷ നീ പറയേണ്ടത് ഈ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണല്ലോ, നിനക്കത് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണം. വിട്ടുവീഴ്ച അല്ലാണ്ട് നമ്മൾ ലൈലത്തുൽ ഖദറിന്റെ രാത്രി, ഇത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥന അല്ല കേട്ടോ. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഞാൻ എന്ത് പ്രാർത്ഥിക്കണമെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന മറ്റു സമയത്ത് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. അതായത് മനുഷ്യന് കിട്ടുന്ന ഒരു ചുരുങ്ങിയ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം ചെയ്യണം. അതാണല്ലോ ആയിഷ റളിയല്ലാഹു ചോദ്യത്തിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, കഅബ കാണുമ്പോഴുള്ള പ്രാർത്ഥന നമ്മൾ സ്വീകരിക്കും. ഇപ്പൊ ഉംറയ്ക്ക് പോകുന്ന ആളുകളുടെയൊക്കെ മിക്കവാറുള്ള ആളുകളുടെ ഒരു സംശയമാണ്, എന്താണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്? അതാ ഒരു നിമിഷത്തെ ഒരു ചാൻസ് ആണ്. ആദ്യ തവണ ബൈത്തുല്ലാഹ് ഇങ്ങനെ കാണുന്നു, അപ്പോഴത്തേക്കുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണെന്ന് ഹദീസിൽ വരും. ഞാൻ എന്താ അതിൽ പ്രാർത്ഥിക്കുക? കുറെ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ടല്ലോ. അള്ളാന്റെ കയ്യിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും അള്ളാഹിനോട് ചോദിക്കുന്ന ഒരാളാണെങ്കിൽ എത്ര സമയമാണ് അള്ളാഹിനോട് ചോദിക്കുന്നുണ്ടാവും, എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അയാളുടെ പരലോക കാര്യങ്ങള്, ഇഹലോകത്തിലെ കാര്യങ്ങള്, 100 കൂട്ടം കാര്യങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ നമുക്ക് ഇങ്ങനെ പറയാനുണ്ട്. പരിദേവനങ്ങളുടെ ഒരു കൂടാരാണ് മനുഷ്യരെന്നുള്ളത്. മനുഷ്യന്റെ പരാതി ഒഴിഞ്ഞ സമയമില്ലല്ലോ. ഈ പരാതികളൊക്കെ നാഥനായ പടച്ചതമ്പുരാന്റെ മുമ്പിലാണ് നമ്മൾ കെട്ടഴിച്ച് വെക്കുന്നെങ്കിൽ നമുക്ക് എത്ര സമയം പ്രാർത്ഥിക്കാനുണ്ടാവും. അപ്പൊ ഈ കുറഞ്ഞ സമയത്ത് റസൂലേ ലൈലത്തുൽ ഖദറാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്ന സമയത്ത് ഞാൻ എന്ത് പ്രാർത്ഥിക്കണം എന്റെ നാഥനോട്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹ കൊടുത്തത് ഒരു ക്യാപ്സൂളാണ്. എങ്കിൽ ഈ പ്രാർത്ഥന നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ പറഞ്ഞത് അഫു ചോദിക്കാനാണ് പറഞ്ഞത്. എന്തിനാണ് അഫു? അഫു എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന് അഫു ചോദിക്കണം? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളെ കണ്ടു. അയാള് ഖദ് ഖഫത ഫസാറ മിസ്ലൽ ഫറഹ്, അയാൾ മെലിഞ്ഞൊട്ടി ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ ആയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ രൂപം റസൂൽ പറയാം, മെലിഞ്ഞൊട്ടി മെലിഞ്ഞ് അയാൾ പക്ഷിക്കുഞ്ഞിനെ പോലെ ആയിട്ടുണ്ട്. അത്രമേലെ ഇനി മെലിയാൻ ബാക്കിയില്ല. ഈ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഹൽ കുന്ത തദഉല്ലാഹ ബിശൈഇൻ ഔ തസ്അലുഹു ഇയ്യാഹു, നീ അല്ലാഹുവിനെ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ ആകാനുള്ള കാരണം റസൂലിനെ എത്ര ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. നീ അല്ലാഹുവിനോട് വല്ല പ്രാർത്ഥനയും നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു എന്നാണ്, കുന്തു അഖൂലു, നബിയെ ഞാൻ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്തെന്നറിയോ? അല്ലാഹുമ്മ കുന്തു മാ കുന്ത മുആഖിബി ബിഹി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ലി ഫിദ്ദുൻ. പടച്ചോനെ, എന്നെ നീ പരലോകത്ത് ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ നീ പരലോകത്ത് ശിക്ഷിക്കണമെന്നതാണ് നിന്റെ തീരുമാനമെങ്കിൽ അതെനിക്ക് ഇവിടെ തന്നെ തന്നേക്കും.
പരലോക ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്ന ശിക്ഷയല്ലോ. അത് എത്രത്തോളം നീളുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇഹലോകത്ത് എത്ര വലിയ ശിക്ഷ കിട്ടിയാലും ആ ശിക്ഷയ്ക്ക് ഒരു പരിധി ഉണ്ടല്ലോ. ഈ പറഞ്ഞതുപോലെ ഒരു ശരാശരി മനുഷ്യായുസിന്റെ ഉള്ളിൽ മനുഷ്യൻ പൊലിഞ്ഞു തീരുമല്ലോ. അപ്പൊ അതുകൊണ്ട് പരലോകം തന്നെ ശിക്ഷിക്കാനാണ് നീ തീരുമാനിച്ചെങ്കിൽ പടച്ചോനെ എന്നെ ഇപ്പം തന്നെ ഈ ദുനിയാവിൽ തന്നെ വെച്ച് ശിക്ഷിച്ചേക്കൊന്നിട്ട് പരലോകത്ത് നിന്ന് രക്ഷപ്പെടുത്തി എന്ന് റസൂലെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നീ മനുഷ്യൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം റഹ്മത്തുള്ളാഹി നിവേദനം ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യന്റെ മറുപടി കേട്ട് റസൂൽ ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, പടച്ചോനെ ഞാൻ എന്താ ഈ കേൾക്കുന്നത്? ഇതൊരു വല്ലാത്ത അത്ഭുതമായിരിക്കുന്നല്ലോ. ലാ തുതീഖുഹു വലാ തസ്തതിഉ, മനുഷ്യ നിനക്കിത് താങ്ങാൻ കഴിയില്ല കേട്ടോ, ഇത് നിന്നെ കൊണ്ട് പറ്റില്ല. നീ അല്ലാഹുവോട് ചോദിച്ച എത്ര വലിയ ത്യാഗമെന്നറിയാവോ, നിനക്ക് താങ്ങാൻ കഴിയില്ല. അഫല ഖുൽത, നിനക്ക് അല്ലാഹുവിനോട് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നു, അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവോട് നീ എന്താണ് ചോദിക്കേണ്ടിയിരുന്നത്? അള്ളാഹുവിനോട് നീ ചോദിക്കേണ്ടത് പരലോകത്ത് തന്നെ ശിക്ഷിക്കാൻ തീരുമാനിച്ചെങ്കിൽ അള്ളാഹ് നീ എന്നെ ഇപ്പോഴും ശിക്ഷിച്ചോളൂ എന്നല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തൊരു പ്രാർത്ഥനയാണ്. നമുക്ക് അറിയാവുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നാദാ, നീ എനിക്ക് ഫിദ്ദുനിയ ഹസന, ഇഹലോകത്ത് നീ എനിക്ക് നല്ലത് തരണേ, വഫിൽ ആഖിറതി ഹസന, പരലോകത്ത് നീ എനിക്ക് നല്ലത് തരണേ, നീ ഞങ്ങൾ നരകത്തിൽ നിന്ന് കാക്കേണേ നാഥ. ഇത് പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ നിനക്ക് ഇവിടെയും രക്ഷപ്പെടാൻ കഴിയും, അവിടെയും രക്ഷപ്പെടാൻ കഴിയും. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചോളാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യനോട് പറഞ്ഞു. അദ്ദേഹം ആ പ്രാർത്ഥന പതിവാക്കി. പിന്നെ നമ്മൾ കാണുന്നുണ്ട് അള്ളാഹു അയാൾക്ക് ആ രോഗത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നുണ്ട്. അയാൾ പിന്നെ ശരീരം നന്നായി, പിന്നെ അയാൾ പുഷ്ടിപ്പെട്ടു വന്നു. അപ്പൊ അയാൾക്ക് ഇവിടെയും രക്ഷയായി, പരലോകത്തിന്റെ രക്ഷയായി. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് എന്താ നമ്മൾ ചോദിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില സംഗതിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി പറഞ്ഞത്, നീ അള്ളാഹുവിന്റെ അഫ്വു ചോദിക്കൂ. ഈ മനുഷ്യനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, അള്ളാഹുവിനോട് നീ ഹസനത്ത് ചോദിക്കൂ, ഇവിടെ ഇഹ പര നന്മകൾ നീ അള്ളാഹുവിനോട് ചോദിക്കൂ. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടത്, ഞാൻ അതാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക? കൈ പൊക്കിട്ട് പടച്ചവരോട് എന്ത് ചോദിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലൂടെ കടന്നു പോകുമ്പോൾ ചോദിക്കേണ്ടത് എന്താണെന്ന് നബി നമ്മളെ പഠിപ്പിക്കുകയാണ്. അഫ്വു ചോദിക്കുക അള്ളാഹുവിനോട്, വിട്ടുവീഴ്ച ചോദിക്കുക പടച്ചവനോട്, നന്മ ചോദിക്കുക അള്ളാഹുവിനോട്, പാപമോചനം ചോദിക്കുക അള്ളാഹുവിനോട്. അഫ്വും അതേപോലെ മഗ്ഫിറത്തൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് നബിമാരുടെ പ്രാർത്ഥനയാണ്. എല്ലാ നബിമാരുടെയും പ്രാർത്ഥന. വിശുദ്ധ ഖുർആനില് അനേകം പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ സൂറത്തുൽ അഅറാഫ് 23-ാമത്തെ ആയത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. ആദ്യത്തെ പ്രവാചകനും ആദ്യത്തെ മനുഷ്യനുമായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ വെച്ചിട്ട് അള്ളാഹു അദ്ദേഹത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞ മരത്തെ അടുത്ത് അതിന്ന് പഴം പറിച്ച് നിന്നു രണ്ടാളും. അങ്ങനെയാണല്ലോ ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ ഈ പാപം തന്നിൽ നിന്ന് പൊറുക്കപ്പെടാൻ വേണ്ടി ആദം നബി എന്താ അല്ലാഹുവോട് ചോദിച്ചത്? ഖാല, ഖുർആൻ പറയുന്നു, ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. രണ്ടാളുടെയും പ്രാർത്ഥനയാണ്. രണ്ടുപേരും പ്രാർത്ഥിച്ചു പറഞ്ഞു, റബ്ബനാ, ഞങ്ങളുടെ പടച്ചോനെ, ളലംനാ അൻഫുസനാ, ഞങ്ങളോട് അതിക്രമം ചെയ്തു പോയി, ഞാനും എന്റെ ഇണയും സ്വന്തത്തോട് അക്രമം ചെയ്തു പോയി റബ്ബേ. വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്കിത് പുറത്തു തരുന്നില്ലെങ്കിൽ വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാട്ടുന്നില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, റബ്ബേ, ഞങ്ങൾ പരാജിതരിൽപ്പെട്ടവരായി പോകും. അപ്പൊ നീ ഞങ്ങൾക്ക് പുറത്തു തന്നേ പറ്റുള്ളൂ, നിന്റെ കരുണ ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയെ സംബന്ധിച്ച് സൂറത്തുൽ നൂഹിലെ 28-ാമത്തെ ആയത്തേക്കാണ്. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിന. അല്ലാഹുവേ, ഇഗ്ഫിർലി, നീ എനിക്ക് പുറത്തു വരണമേ. ഞാൻ ഈ പറയുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ നോട്ട് ചെയ്തോണം, ഓർത്തു വെച്ചോണം. എന്ത് പ്രാർത്ഥനയാണ്, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട്, അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അഫു ചോദിച്ചു, ഹസനത്ത് ചോദിച്ചു, മഗ്ഫിറത്ത് ചോദിച്ചു, അല്ലെ, തനിക്കും തന്നെ ഇണക്കും വേണ്ടിയിട്ട്. ഇപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു പ്രാർത്ഥിക്കുന്നതോ, അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണമേ, റബ്ബി ഗഫിർലി, എനിക്ക് പുറത്തു തരണേ, വലിവാലിദയ്യ, എന്റെ രണ്ട് മാതാപിതാക്കൾ, എനിക്കും എന്റെ മാതാപിതാക്കൾക്ക്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, നമ്മൾക്ക് ജന്മം തന്ന് പോറ്റി വളർത്തിയ മാതാപിതാക്കളില്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? റബ്ബി ഗഫിർലി, നബി പ്രാർത്ഥിക്കുക, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബി ഗഫിർലി വലിവാലിദയ്യ. പിന്നെയോ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ, ഈ വിശ്വാസ ഭവനത്തിലേക്ക് വിശ്വാസികളായി കടന്നു വന്ന എല്ലാവർക്കും, വലിമൻ ദഖല ബൈതിയ, എന്റെ വീട്ടിൽ കടന്നു വന്നയാൾക്ക്, മുഅ്മിനൻ, വിശ്വാസിയായിട്ട്,
വിശ്വാസി കൂട്ടത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ ഇസ്ലാം എന്ന ഈ കൂടാരത്തിന്റെ ഉള്ളിൽ ഈ വീട്ടിൽ കടന്ന് മുസ്ലിങ്ങളായി വന്ന എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. മഗ്ഫിറത്ത് അല്ലാഹുവിനോട് ചോദിക്കുന്നു, തനിക്കും തന്റെ മാതാപിതാക്കൾക്കും സകല വിശ്വാസികൾക്കും വേണ്ടിയിട്ട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന സൂറത്തുൽ ഖസസിലെ 16-ാമത്തെ ആയത്തിൽ കാണാം. ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ. മൂസ നബി പ്രാർത്ഥിച്ചത് ഏറെക്കുറെ ആദം നബി പ്രാർത്ഥിച്ച പോലത്തെ തന്നെ പ്രാർത്ഥന. റബ്ബി ഗ്ഫിർ ലീ റബ്ബി ഇന്നി ളലംതു നഫ്സി. അല്ലാഹു ഞാൻ എന്നോട് അക്രമം ചെയ്തു പോയി, ഫഗ്ഫിർ ലീ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു അബദ്ധത്തിൽ കുടുങ്ങി, നമുക്കറിയാലോ. ഒരാളെ ഒറ്റയടിക്ക് അടിച്ചുപോയി, ആള് മരിച്ചുപോയി. അപ്പൊ ആ തെറ്റിനെ കുറിച്ച് ഓർത്തിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി ളലംതു നഫ്സി, ഞാൻ എന്നോട് അക്രമം ചെയ്തു പോയി അല്ലാഹുവേ, ഫഗ്ഫിർ ലീ എനിക്കതുകൊണ്ട് നീ പുറത്തു തരണമേ. ഫഗഫറ ലഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയെ തുറന്നിട്ട് അല്ലാഹ് പറയുന്നു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. അല്ലാഹ് സന്തോഷവാർത്ത അപ്പൊ തന്നെ അറിയിക്കുകയാണ്, ഫഗഫറ ലഹു ഇന്നഹു ഹുവൽ ഗഫൂർ. എന്തുകൊണ്ടെന്നറിയോ അള്ളാഹു ഇങ്ങനെ പുറത്തു കൊടുത്ത്? കൊലപാതകം എന്ന് പറഞ്ഞാൽ ചെറിയ തെറ്റൊന്നുമല്ലല്ലോ. കൊലപാതകം എന്ന് പറഞ്ഞാൽ ഈ തെറ്റുകളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന തെറ്റാണ്. ഏറ്റവും കൂടിയ തെറ്റ് ശിർക്കാണ്. ഏറ്റവും കൂടിയ തെറ്റ് ശിർക്കാണ്. പക്ഷെ മനുഷ്യന്മാർക്ക് അത്ര പേടിയില്ലാത്ത സാധനമാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. വേറെ എന്തുവാകാം, ശിർക്ക് പ്രശ്നമില്ല. അവിടെ നിങ്ങൾ ഏത് കബറിന് തലമതി പറഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ളതാണ്, അവരെ മുസ്ലിമായിട്ട് എണ്ണുക. പക്ഷെ തെറ്റുകളുടെ ശ്രേണിയിൽ ആദ്യത്തത് ശിർക്കാണ്. ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ വ്യഭിചാരമാണ്, പിന്നെ കൊലപാതകമാണ്. അപ്പൊ ഇതൊരു അബദ്ധമാണ് കേട്ടോ. മൂസ നബി മനഃപൂർവ്വം ചെയ്തൊന്നുമില്ല, അതിന് സംഭവിച്ചൊരു പഴവ് മാത്രമാണ്. അള്ള പറയുന്നു, എന്നിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചോടുകൂടി അള്ള പുറത്തു കൊടുത്ത്, കാരണം ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അള്ളാഹു വല്ലാതെ കരുണ ഇങ്ങനെ കരുണക്ക് വേണ്ടിയിട്ട് പുറത്തു കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന ആദൻ ഇങ്ങനെ അള്ളാഹ് ഇങ്ങനെ ഇരിക്കുമ്പോഴേ നിങ്ങൾ എന്തുകൊണ്ട് മനുഷ്യരെ ചോദിക്കുന്നില്ല? ഇത് അള്ളാഹിന്റെ ചോദ്യം. മൂസ നബി പ്രാർത്ഥിച്ചു, അള്ള പുറത്തു കൊടുത്തു. നിങ്ങൾ പ്രാർത്ഥിക്കൂ അള്ളാഹുവിനോട്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. മലക്കുകളുടെ പ്രാർത്ഥന, വിശ്വാസികൾക്ക് വേണ്ടി മലക്കുകൾ നടത്തുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഗാഫിറിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകളിൽ കാണാം. മാലാഖമാര് പ്രാർത്ഥിക്കാൻ നമുക്ക് വേണ്ടിയിട്ട്. ഏത് മലക്കുകൾ? അല്ലാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കുകൾ. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുമിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ. അള്ളാഹുവിന്റെ അർശിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതും അർശ് ചുമക്കുന്നവരുമായ മലക്കുകൾ അള്ളാഹുവിന് ഹംദ് പറയുന്നു, അള്ളാഹുവിന് തസ്ബീഹ് പറയുന്നു. വയുമിനൂന ബിഹി ഇവർ ആകട്ടെ ഈ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി ഈ മലക്കുകൾ അള്ളാഹിന്റെ അർശ് ചുമന്നു നിൽക്കുമ്പോൾ മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് വേണ്ടി, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട്. എന്താ മലക്കുകളുടെ പ്രാർത്ഥന? റബ്ബനാ വസിഅ്ത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ. നാദാ, നിന്റെ കാരുണ്യവും നിന്റെ അറിവും ലോകത്തെ പൊതിഞ്ഞു നിൽക്കുകയാണ്. അള്ളാന്റെ കാരുണ്യം ലോകത്തെ പൊതിഞ്ഞു നിൽക്കുന്നു. വസിഅ്ത അതിങ്ങനെ വ്യാപിച്ചു നിൽക്കുകയാണ്. വസിഅ്ത കുല്ല ശൈഇൻ, സകലതിലും ഇങ്ങനെ വലയം ചെയ്ത് പൊതിഞ്ഞു നിൽക്കുന്നു. എന്താ? റഹ്മതൻ വഇൽമ, നിന്റെ കാരുണ്യം. അള്ളാന്റെ കാരുണ്യം പൊതിയാത്തൊന്നും ലോകത്തില്ലാന്ന്. ഭൂമിന്റെ മുകളിലുള്ള ഓസോൺ പാളി ഉണ്ടല്ലോ, അതില്ലായിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് അമേരിക്കന്റെ നാസയുടെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്. അത് ഇറങ്ങാനുള്ള പ്രയാസം നിങ്ങൾ വായിച്ചില്ലേ അല്ലേ? ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് തീഗോളകമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെ ആദ്യം തിരിച്ചുപോയ വണ്ടി മര്യാദയ്ക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അത് വരുന്ന വഴിക്ക് നാശമായതുകൊണ്ടാണ് ഇവർക്ക് ആദ്യം തിരിച്ചു വരാൻ പറ്റാതിരുന്നത്. ആരാണ് ആ സംവിധാനപ്പെടുത്തിയത്? അതെന്താണത്? അത് ഓസോൺ പാളിയല്ല, അത് അള്ളാന്റെ റഹ്മത്താണ്. ഇങ്ങനെ സകലത്തിലുമുണ്ട് ആ റഹ്മത്ത്, അള്ളാന്റെ റഹ്മത്ത്. അള്ളാഹ് ഇങ്ങനെ പടച്ചോനെ ഇങ്ങനെ കരുണ. അള്ളാന്റെ കരുണ നമ്മളെ കൂടി ഇല്ലായിരുന്നെങ്കിൽ, അള്ളാന്റെ കരുണ നമ്മളെ അല്ലേ, ഒരു പെരുമഴക്കാലം വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയായത് അള്ളാന്റെ കരുണ കൊണ്ടല്ലേ. ഈ ഉരുള് ഇവിടെ ആകായിരുന്നു. ഈ കൊടും വേനൽ വരുമ്പോ, റമദാൻ മാസം നല്ല വേനലായി പ്രാവശ്യം വന്നത്, കരുണ റസൂൽ പറഞ്ഞ റഹ്മത്താ ചൊരിഞ്ഞത്. മഴ പെയ്യുമ്പോ നബി പറഞ്ഞത് അത് അള്ളാന്റെ റഹ്മത്താണ് പെയ്യുന്നതെന്നാണ്. നോമ്പുകാലത്ത് എത്ര മഴ കിട്ടി നമുക്ക്? അള്ളാന്റെ റഹ്മത്താണ്. മലക്കുകൾ പറയാണ്, ഇതൊക്കെ ലോകം മൊത്തം ഇങ്ങനെ പൊതിങ്ങി നിൽക്കുന്ന അതാ നിന്റെ കരുണയാണ്, നിന്റെ ജ്ഞാനമാണ്. അതുകൊണ്ട് ഫഗ്ഫിർ ലില്ലദീന താബൂ, കുറച്ചോനെ തൗബ ചെയ്യുന്നവർക്ക് പുറത്തു കൊടുക്കണേ. ചുമ്മാ കിട്ടൂല കേട്ടോ. മലക്കുകളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യണം. ഫഗ്ഫിർ ലില്ലദീന താബൂ,
പശ്ചാത്തപിക്കുന്നവർക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ. വത്തബഉ സബീലക, ഈ പശ്ചാത്താപം ആത്മാർത്ഥമായി നടത്തിയിട്ട് അവർ പിന്നെ നിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചവരുമാകണം. ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് നിന്റെ വഴിക്ക് സഞ്ചാരം നടത്തിയ ആളുകളെ, അവരുടെ പാപം നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. വഖിഹിം അദാബൽ ജഹീം, നരകത്തിന്റെ ശിക്ഷയിൽ നീ അവരെ കാക്കുകയും ചെയ്യണേ അല്ലാഹുവേ. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നിൻ ലതി വഅദ്തഹും, നീ അവർക്ക് വാഗ്ദാനം ചെയ്ത അദ്ൻ എന്ന സ്വർഗത്തിൽ നീ അവരെ പ്രവേശിപ്പിക്കണേ അല്ലാഹുവേ. അവരെ മാത്രമല്ല, വമൻ സ്വലഹ മിൻ ആബായിഹിം, അവരുടെ മാതാപിതാക്കളിൽ നിന്നും സ്വാലിഹികളായ ആളുകളെയും, വഅസ്വാജിഹിം, അവരുടെ ഇണകളിൽ നിന്നും സദ്വൃദ്ധരായ ആളുകളെയും, വദുർരിയാതിഹിം, അവരുടെ മക്കളിൽ നിന്നും സദ്വൃദ്ധരായ ആളുകളെയും നീ സ്വർഗത്തിൽ കടത്തണമേ അല്ലാഹുവേ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ പ്രതാപിയാണല്ലോ, നീ തത്വജ്ഞനും തന്ത്രജ്ഞനുമാണല്ലോ. വഖിഹിമുസ് സയ്യിആത്ത്, അവരെ തിന്മകളിൽ നിന്നും കാക്കണേ അല്ലാഹുവേ. വമൻ തഖിസ് സയ്യിആതി, തിന്മകളിൽ നിന്നും നീ ആരെയെങ്കിലും കാത്താൽ ഫഖദ് റഹിംത, അത് തന്നെ ഒരു കരുണയാണ്. വദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് വമ്പിച്ച വിജയം. മലക്കുകളുടെ പ്രാർത്ഥനയാണ് ഈ ആയത്തുകൾ, ഈ പറഞ്ഞ 7 മുതൽ 9 വരെയുള്ള ആയത്തുകളിൽ നീണ്ടു നിൽക്കുന്നത്. അർശിനെ ചുമക്കുന്ന മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിലൊക്കെ നിഴലിച്ച് കാണുന്ന എന്താണ്? മഗ്ഫിറത്താണ്, റഹ്മത്താണ്, അഫുവാണ്, അള്ളാഹുവോട് ചോദിച്ച നന്മകളാണ്, ഇഹപര വിജയമാണ്, സ്വർഗമാണ്, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. സഹോദരങ്ങളെ, റമളാന്റെ ദിനരാത്രി ഇങ്ങനെ തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല, തീർന്നിരിക്കുന്നു. ഇനിയിപ്പോ നമ്മുടെ മുമ്പിലുള്ളത് 2 ദിവസം കട്ടിച്ചുള്ളത്. 2 അല്ലേ 3, 3 വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, 2 കൂടിക്കോളി. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര തവണ അള്ളാഹുവിന്റെ കണ്ണുനീരൊഴുക്കി ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുക, എത്ര തവണ അള്ളാഹുവിനോട് കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്? എത്ര തവണ അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾ വായിച്ചു തീർത്തിട്ടുണ്ട്? നമ്മളിപ്പോ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്, സമയം കിട്ടിയില്ല, നേരം ഉണ്ടായില്ല. നേരം ഉണ്ടാവില്ല എന്നുള്ള കാര്യം അള്ളാഹ് ആദ്യം പറഞ്ഞല്ലേ. നോമ്പ് ഫർളാക്കിയപ്പോ തന്നെ അള്ളാഹ് പറഞ്ഞില്ല നേരം ഉണ്ടാവില്ല എന്ന്. അയ്യാമം മഅദൂദാത്ത്, കയ്യിൽ എണ്ണാനുള്ള ദിവസങ്ങളേ ഉള്ളൂ എന്നല്ല പറഞ്ഞില്ലേ. നമ്മൾ എന്താ കരുത്, 1 മാസം ഉണ്ടല്ലോ എന്ന്. 1 മാസം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലാണല്ലോ അല്ലെ. 29 അല്ലേ 30, അയ്യാമം മഅദൂദാത്ത്. ഇത് പോകും, ഇത് നിങ്ങൾ വിരലെണ്ണി തീർക്കുന്നത് പോലെ പോകും അള്ളാഹ് പറഞ്ഞില്ലേ. എല്ലാ റമളാനിന്റെ അവസാനം നമുക്ക് ഇങ്ങനെ ആ ബോധം വരുന്നതാണ്. പക്ഷെ ആദ്യത്തിൽ വരില്ല ആ ബോധം. സങ്കടപ്പെടേണ്ടതില്ല. അവസാനത്തെ 10 അവസാനത്തെ സമയമുണ്ടല്ലോ, അതിലെ ഒരു പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചാണ്. അതിന് ഇനിയുള്ള സമയം, ഇനിയിപ്പോ ഡ്രസ്സ് എടുക്കാൻ പുറത്ത് ചാടേണ്ട സമയമില്ല. നമ്മളിപ്പോ 27 കഴിഞ്ഞിട്ട് ഇനി വേണം ഡ്രസ്സ് എടുക്കാൻ പോകാനെന്ന്. പാതിരാത്രികളിൽ പിന്നെ റോഡിൽ പോയി നോക്കിയാൽ കാണാം ആളുകൾ ഇങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഇങ്ങനെ കയറി നടക്കുന്ന അവസാന സമയത്താണ്. എല്ലാം ലാസ്റ്റ് അവസാന സമയം എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുണ്ട് മുറുക്കിയെടുക്കുന്ന സമയമാണ്. ഐക്കലാഹലഹു, മുണ്ട് മുറുക്കി കൊടുത്ത് കച്ച കെട്ടി ഇറങ്ങി തന്റെ വീട്ടുകാരെ വിളിച്ചുണർത്തിട്ട് പാതിരാത്രി പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽ പ്രേരിപ്പിക്കുമായിരുന്നു എന്നാണ്. നമ്മൾ ആ സമയത്ത് നിരത്തുകളിലാണ്. വേണ്ട, തൽക്കാലം പുതിയ വസ്ത്രം ഈ റമളാനിൽ നോമ്പിന് എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കഴിഞ്ഞതൊക്കെ അള്ളാഹുനോട് ഏറ്റു പറഞ്ഞിട്ട്, പടച്ചോനെ പറ്റിയത് പറ്റിപ്പോയി, ഇനിയുള്ള 2 ദിവസം ഞങ്ങൾക്ക് പുറത്ത് അള്ളാഹു, നീ പൊറുക്കുന്നില്ലെങ്കിൽ അതിനെ പ്രാർത്ഥിച്ചില്ലേ അല്ലേ? അള്ളാഹു നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കാര്യം കഴിഞ്ഞു, ഹാസിരി, ഞങ്ങൾ പിന്നെ പരാജയപ്പെട്ടവരായി മാറി. ഇത് അള്ളാഹുനോട് തുറന്നു പറഞ്ഞിട്ട് ഇനിയുള്ള സമയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. പടച്ചു തമ്പുരാന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് ഇനിയുള്ള സമയം ചെലവഴിക്കാനുള്ള മഹാഭാഗ്യം നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനികളായ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, തഖ്വ മുറുകെ പിടിക്കുക, ഇഖ്ലാസോടുകൂടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ബക്കറ്റ് കളക്ഷൻ APCR എന്ന് പറഞ്ഞൊരു വേദിയുണ്ട്. ജയിലുകളിൽ മറ്റും കഴിയുന്ന നമ്മളുടെ സഹോദരങ്ങൾ, ഭരണകൂട ഭീകരതയുടെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ട അനേകം ആളുകളെ നമ്മൾക്കറിയാം. അബ്ദുൽ നാസർ മഅദനി അതിന്റെ ഒരു മോഡൽ മാത്രമാണ്. അങ്ങനെ അനേകം ആളുകൾ ചെയ്യാത്ത കുറ്റത്തിന്
ജയിലിൽ ശിക്ഷ ഏറ്റുവാങ്ങി വധശിക്ഷ ഏറ്റുവാങ്ങിയ എന്റെ നാട്ടുകാരായ സഹോദരങ്ങൾ ഈരാറ്റുപേട്ട ഒരു ജയിലിൽ കഴിയുന്ന സമയത്ത് നടന്ന സ്ഫോടനത്തിനാണ് വിധി വന്നത്. അതിലാണ് അവരെ ചിലരെ വധശിക്ഷയ്ക്കും ചിലർ ജീവപര്യന്തനും വിധിച്ചത്. നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ നീതിയെ നോക്കി പല്ലൊളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇവരെ സഹായിക്കുക? ഇവരൊക്കെ ഓരോ കുടുംബത്തിന്റെ അത്താണികളും ആ കുടുംബത്തിലേക്ക് വരുമാനം ഉണ്ടാക്കുന്നവരുമായിരുന്നു. അവർ ജയിലിലായി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരുടെ അവസ്ഥ അറിയാം. അപ്പൊ അത്തരം ആളുകൾക്ക് വേണ്ടി അവരുടെ കോടതി നടപടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ആണ് ഈ തുകകളൊക്കെ വിനിയോഗിക്കുന്നത്. നമുക്ക് റമദാനിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ സേവനമാണ് ഈ ഒരു ഫണ്ടിന് നമ്മൾ പണം കൊടുക്കുക. അപ്പൊ കഴിയുന്നത് പോലെ എല്ലാവരും അത് നൽകി ഒരു വലിയ സദക്കയാണ്, അതിന് പുണ്യപ്രവൃത്തിയാണ്, കണ്ണീരൊപ്പലാണ്. അള്ളാഹു നന്മകൾ സഹകരിക്കാൻ തൗഫീഖ് നൽകുമാറാണ്. വേറെ ഒന്ന് രണ്ട് അറിയിപ്പുള്ളത്, ഫിത്ർ സക്കാത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്നറിയാൻ പ്രത്യേകമായി ഒരു ഖുത്ബയിൽ തന്നെ പറയേണ്ട കാര്യമായിരുന്നു. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മുടെ നോമ്പിന്റെ ഒരു ടാക്സ് ആണ് ഫിത്ർ സക്കാത്ത്. ശരീരത്തിന്റെ ടാക്സ് ആണ്, നോമ്പിന്റെ ടാക്സ് ആണെന്നൊക്കെ പണ്ഡിതന്മാർ പറയാറ്. അപ്പൊ അതും കൂടെ കൊടുത്താൽ മാത്രമേ ഈ നോമ്പ് അള്ളാഹുവിലേക്ക് ഉയരുകയുള്ളൂ. 100 രൂപയാണ് ഒരു തലയ്ക്ക് ഉള്ള ഫിത്ർ സക്കാത്തിന്റെ. ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങൾക്ക് എല്ലാവർക്കും സക്കാത്ത് കൊടുക്കണം. ചെറിയ കുഞ്ഞാണെങ്കിൽ പോലും അതിനും 100 രൂപയാണ് തുറന്നുള്ളതാണ്. അതിന്റെ കണക്കുണ്ട്, തുകയിലേക്ക് മാറ്റിയതാണ്. അപ്പൊ ആളുടെ എണ്ണം എടുത്തിട്ട് അത് കൃത്യമായി നമ്മളത് അടക്കണം. നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടുന്നതിന് അതൊരു മാനദണ്ഡമാണ്. അതിലാരും പിഴവ് വരുത്തരുത്. മറ്റൊരു സംഗതി, നമ്മുടെ പെരുന്നാൾ നിസ്കാരം ഇൻഷാ അല്ലാഹ് പെരുന്നാൾ തീരുമാനിക്കപ്പെടുന്ന വർക്ക് രാവിലെ 8:30 നമ്മുടെ ഈ പള്ളിയിൽ പെരുന്നാൾ നിസ്കാരം നടക്കും. സ്ത്രീകൾക്കുള്ള സൗകര്യം ഉണ്ട്. അപ്പൊ എല്ലാവരും സമയത്തിന് മുന്നേ തന്നെ ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നിസ്കാരത്തിലെത്തും. പിന്നെ സമയം നമുക്ക് വൈകാൻ പറ്റും. നമ്മുടെ 8:30 എന്ന് പറയുന്ന സമയം തന്നെ വല്ലാതെ ദീർഘിച്ചൊരു സമയമാണ്. സൂര്യൻ അസ്തം ഉദിച്ച് ഉടനെ തന്നെ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് ശരീരത്തെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആളുകൾക്ക് വരാനുള്ള പ്രയാസമൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഈ പറഞ്ഞ ഇത്രയും സമയം വലിച്ച് വീട്ടി വെക്കുന്നുണ്ട്. പിന്നെയും അത് നീണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാക്കരുത്. പെരുന്നാൾ നിസ്കാരം അറിയാലോ, ആദ്യം നിസ്കാരമാണ്, പിന്നെയാണ് ഫുത്തുബ. അതുകൊണ്ട് ഫുത്തുബയ്ക്ക് സാധാരണ ജുമയ്ക്ക് വൈകി വരുന്ന പോലെ പെരുന്നാളിന് വൈകി വരാൻ പറ്റില്ല. ആള് വന്നിട്ട് നിസ്കാരം 8:30 ഇൻഷാ അല്ലാഹ് എന്തായാലും നിസ്കാരം ആരംഭിക്കണം എന്നുള്ളതാണ് തീരുമാനം. അതുകൊണ്ട് എല്ലാവരും സമയത്ത് ഇൻഷാ അല്ലാഹ് എത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നന്മകളിൽ വളരെ വേഗം കുതിച്ചു മുന്നേറാൻ അള്ളാഹു നമുക്ക് മനസ്സ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചോനെ, ഞങ്ങളുടെ പാവങ്ങളൊക്കെ പുറത്തു തരണമേ അല്ലാഹു. നിന്റെ അഫ്വും നിന്റെ മഗ്ഫിറത്തും നിന്നോടുള്ള പശ്ചാത്താപവും ഒക്കെ പടച്ചോനെ വേണ്ടും വിധം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പടച്ചോനെ, പാപികളായ ഞങ്ങൾക്ക് നീ പുറത്തു തരുന്നില്ലെങ്കിൽ മിനൽ ഖാസിരീൻ, ഞങ്ങൾ തീർച്ചയായും പരാജയപ്പെട്ടവരായി പോകും. അല്ലാഹു, നീ ഞങ്ങളോട് കരുണ കാണിക്കണം അല്ലാഹു. പടച്ചോനെ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഗസയും വെസ്റ്റ് ബാങ്കും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ജൂതന്മാരുടെ നരനായാട്ട് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ റമദാനെങ്കിലും സമാധാനത്തിന്റെ റമദാനം കിട്ടുമെന്ന് ഞങ്ങളുടെ പ്രതീക്ഷ. ആ നാടാകെ അസ്വസ്ഥമാണ്. അറിയാം, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്ന് പറയുന്ന തരത്തിൽ ആ നാടിന്റെ അവസ്ഥ ഇറങ്ങിയെത്തിയിട്ടുണ്ട്. അള്ളാഹു, ഇനിയും നീ അവരെ പരീക്ഷിക്കല്ലേ അള്ളാഹു. കുഫറിലേക്ക് ഇത് പോകുന്ന നിലക്കുള്ള പരീക്ഷണം അള്ളാഹു നീ അവരുടെ വിഷയത്തിൽ നടത്തല്ലേ അള്ളാഹു. നിന്റെ ഭാഗത്തു നിന്നുള്ള സമാധാനവും രക്ഷയും സഹായം കിട്ടില്ലെങ്കിൽ അള്ളാഹു അവരാകെ അമ്പെ തകർന്നു പോകും. നിന്റെ ഖുദ്സിന് വേണ്ടിയുള്ള മോചനത്തിന് വേണ്ടി പടക്കിറങ്ങിയ ആളുകളാണ്. പടച്ചോനെ, ലോകത്തുള്ള അറബ് രാഷ്ട്രങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചാലും പടച്ചോനെ, നിനക്ക് ആരെയും സഹായിക്കാൻ ഒരു ആയുധത്തിന്റെയും ആൾബലത്തിന്റെയും ഒന്നും ആവശ്യമില്ല. ബദറിലും ഉഹദിലും ഖുന്ദഖിലും ഹനൈനിലും ഒക്കെ കുറഞ്ഞ സൈനികരെ കൊണ്ട് ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്തിയവനാണ്. മലക്കുകൾ ഇറക്കി നീ അവരെ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണേ അള്ളാഹു. അതിന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിമിത്തമാക്കണേ അള്ളാഹു. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.